നമസ്കാരം, എല്ലാവർക്കും നോവോ സൊല്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പാർട്ട്, അതിന്റെ തൊട്ടടുത്ത പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഹൈഡ്രോകാർബൺസിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്, ആൽക്കീൻ, ആൽക്കൈൻ, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, ഹോമോലോഗസ് സീരീസ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഹൈഡ്രോകാർബണുകളിൽ കാർബണിന്റെ എണ്ണം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല, എങ്ങനെയാണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. സ്ട്രക്ചർ പറഞ്ഞാൽ ഘടന, കണ്ടൻസ്ഡ് ഫോർമുല പറഞ്ഞാൽ കണ്ടൻസ്ഡ് ഫോർമുല തന്നെയാണ് മലയാളം. ഇനി മോളിക്കുലാർ ഫോർമുല പറഞ്ഞാൽ തന്മാത്രാ സൂത്രം. ഇത്രയും കാര്യങ്ങൾ, കാർബണിന്റെ എണ്ണം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ഹൈഡ്രോകാർബൺസിന്റെ സ്ട്രക്ചർ, ഘടന നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഹൈഡ്രോകാർബൺസ് പറയുമ്പോൾ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ മൂന്നെണ്ണം വരും. ആദ്യം നമുക്ക് ആൽക്കെയിൻ്റെത് നോക്കാം, അത് കഴിഞ്ഞാൽ ആൽക്കീൻ, പിന്നെ ആൽക്കൈൻ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. അപ്പം ആദ്യത്തെ ആൽക്കെയിൻ, ഒരു കാർബണുള്ള, ആദ്യം നമ്മൾ ആൽക്കെയിന്റെ സ്ട്രക്ചർ, അത് കഴിഞ്ഞിട്ട് ആൽക്കീൻ, പിന്നെ ആൽക്കൈൻ ആണ് നോക്കുന്നത്. ഒരു കാർബണുള്ള ആൽക്കെയിൻ എങ്ങനെയാണ് സ്ട്രക്ചർ വരിക? ഒരു കാർബൺ ആണ് അല്ലെ, കാർബൺ സി എന്നാണ് നമ്മൾ കാർബണിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നമുക്കറിയാം കാർബണിന്റെ വാലൻസി, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അപ്പൊ 4 ഇലക്ട്രോൺ ഈ കാർബണിന് ചുറ്റുമുണ്ട്. ഒന്നുകിൽ ഈ 4 ഇലക്ട്രോൺ വേറെ കാർബണുമായിട്ട് പങ്കുവയ്ക്കണം, അതല്ല എങ്കിൽ ഹൈഡ്രജനുമായിട്ട് പങ്കുവയ്ക്കണം. ഇവിടെ ഒരു കാർബൺ ആയതുകൊണ്ട് തന്നെ പങ്കുവയ്ക്കാൻ വേറെ കാർബൺ ഇല്ല. അപ്പം ഈ 4 ഇലക്ട്രോണും എന്താക്കണം, ഹൈഡ്രജനുമായിട്ട് വേണം പങ്കുവയ്ക്കാൻ. അപ്പം 1 2 3 4 ഇലക്ട്രോൺ ആണ് ബാഹ്യതമ ഷെല്ലിലുള്ളത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഈ 4 ഇലക്ട്രോണിനെ നമ്മൾ ഈ കാർബൺ ഒന്നുകിൽ കാർബണുമായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജനുമായിട്ട് വേണം പങ്കുവയ്ക്കാൻ. ഇവിടെ കാർബൺ ഇല്ല, അതുകൊണ്ട് എന്താക്കും, ഹൈഡ്രജനുമായിട്ടാണ് ഈ ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെയും ഹൈഡ്രജൻ വേണം, ഇവിടെയും ഹൈഡ്രജൻ വേണം, ഇവിടെയും ഹൈഡ്രജൻ വേണം, ഇവിടെയും ഹൈഡ്രജൻ വേണം. കാർബൺ ഇല്ലാത്തത് കൊണ്ട് 4 ഇലക്ട്രോണും ആരുമായിട്ട് പങ്കുവച്ചു, ഹൈഡ്രജനുമായിട്ട് പങ്കുവച്ചു. കാർബണിന്റെ വാലൻസി 4 ആണ്. ഓർത്തു വെക്കാൻ വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ ഈ കാർബണിന് ചുറ്റും 4 ചെയറിട്ട് ഈ 4 ചെയറിലും 4 ഹൈഡ്രജനെ ഇരുത്തി എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അതല്ലെങ്കിൽ കാർബണിന് 4 കൈയുണ്ട്, ഈ 4 കൈയും ഒരിക്കലും ഉണ്ടാവില്ല, വെറുതെ ഇരിക്കില്ല, വേറെ ഏതെങ്കിലും കൈയായിട്ട് കൂടി ചേർന്നിരിക്കും, അത് ഹൈഡ്രജൻ ആണ്. എന്തായാലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാം, കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പം 4 ഇലക്ട്രോൺ ആണ് കാർബണിന് ചുറ്റും ഉണ്ടാവുക. ഈ 4 ഇലക്ട്രോൺ ഒന്നുകിൽ കാർബണുമായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജനുമായിട്ട് പങ്കുവയ്ക്കുക. ഇവിടെ ഒറ്റ കാർബൺ ആയതുകൊണ്ട് ഇത്രയും ഇലക്ട്രോൺ എന്തുമായിട്ട് പങ്കുവച്ചു, ഹൈഡ്രജനുമായിട്ട് പങ്കുവച്ചു. ഇതാണ് അപ്പം ഒരു കാർബൺ ഉള്ള ആൽക്കെയിനിന്റെ സ്ട്രക്ചർ. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുക വളരെ എളുപ്പമാണ്. കാർബണും ഹൈഡ്രജനും അതിന്റെ ഇടയിലുള്ള ബോണ്ട് മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, 4 ഹൈഡ്രജൻ. ഫസ്റ്റ് കാർബണിന്റെ കേസിൽ കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എന്താണ്, സെയിം ആണ്. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ത് തന്നെ വരും, CH4 തന്നെ വരും. മോളിക്കുലാർ ഫോർമുല പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇതിലുള്ള മോളിക്യൂൾസ്, കാർബണും ഹൈഡ്രജനും ആണുള്ളത്. ഒരു കാർബണും 4 ഹൈഡ്രജനും. ഇനി 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ആണെങ്കിൽ, നമുക്കറിയാം ഒരു കാർബൺ സിംഗിൾ ബോണ്ട്, അടുത്ത കാർബൺ. ഇവിടെ ഡബിൾ ബോണ്ട് വരാം എപ്പം, ആൽക്കീൻ ആണെങ്കിൽ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ. ഇവിടെ ആൽക്കെയിന്റെ മാത്രം കേസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരിക, ഒരു കാർബൺ സിംഗിൾ ബോണ്ട്, അടുത്ത കാർബൺ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കാർബണിന്റെ വാലൻസി 4 ആണ് അല്ലെ. ആ 4 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ ഈ കാർബണായിട്ട് പങ്കുവെച്ചല്ലോ. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 3 ഇലക്ട്രോൺ ബാലൻസ് ഉണ്ടാവും. ഉറപ്പല്ലേ, ഈ കാർബണിന്റെ വാലൻസി 4 ആണ്, അതിൽ 1 ഇലക്ട്രോൺ ഈ കാർബണായിട്ട് പങ്കുവെച്ചു, ബാക്കി 3 ഇലക്ട്രോൺ. ഈ 3 ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവണല്ലോ. അപ്പൊ നമ്മൾ ഈ 3 ഇലക്ട്രോണിനെ ഇങ്ങനെ കാണിക്കുക. ഇവിടെ ഹൈഡ്രജനുമായിട്ട് പങ്കുവെച്ചു, ഇതും ഇതും. ബാക്കിയുള്ള 3 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട്, ഇതും അങ്ങനെ തന്നെ. ഇതിന് എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും, 1 ഇലക്ട്രോൺ ഈ കാർബണുമായിട്ട് പങ്കുവെച്ചു, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 3 ഇലക്ട്രോൺ.
എച്ച് എച്ച് എച്ച്. ഇതാണ് 2 കാർബണുള്ള ആൽക്കൈനിന്റെ സ്ട്രക്ചർ. കാർബണിന്റെ വാലൻസി 4ആണ്. 1 ഇലക്ട്രോൺ ഈ കാർബണുമായിട്ട് പങ്കുവച്ചു, ബാക്കിയുള്ള 3 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവച്ചു. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയാൽ, ആദ്യം കാർബണിന്റെ ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട്? ആദ്യത്തെ കാർബണിന്റെ ചുറ്റും 1 2 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, 3 ഹൈഡ്രജൻ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട് അല്ലെ, ഒരു സിംഗിൾ ബോണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാർബൺ, പിന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഈ കണ്ടൻസ്ഡ് ഫോർമുലയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ മുന്നോട്ടുള്ള നോമൻക്ലേച്ചറും ഫങ്ഷണൽ ഗ്രൂപ്പും ഒക്കെ പറയും എന്ത് വെച്ചിട്ടാണ്? ഈ ഒരു കണ്ടൻസ്ഡ് ഫോർമുല വെച്ചിട്ടാണ്. അപ്പോൾ കണ്ടൻസ്ഡ് ഫോർമുല ഇങ്ങനെയാണ് വരിക. മോളിക്കുലാർ ഫോർമുല പറഞ്ഞാൽ എന്താ വരിക? 1 2 കാർബൺ, C2, 3 3 6 ഹൈഡ്രജൻ അല്ലെ, H6, C2 H6 ആണ് 2 കാർബണുള്ള ആൽക്കൈനിന്റെ സ്ട്രക്ചർ. ഇനി ഇത് 3 കാർബൺ ആണെങ്കിലോ? കാർബണിന്റെ എണ്ണം 2 ആണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് 3 കാർബൺ ആണെങ്കിൽ 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ. ശരിയല്ലേ? 3 കാർബൺ വന്നു. ഇനി ആദ്യത്തെ കാർബണിൽ 1 ഇലക്ട്രോൺ ഈ കാർബണുമായിട്ട് പങ്കുവച്ചു, ബാക്കി എത്ര ഉണ്ടാവും? 3 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ. ആ 3 ഇലക്ട്രോണിനെ നമ്മൾ ഇങ്ങനെ കാണിച്ചു. ശരിയല്ലേ? ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ. 4 ഇലക്ട്രോൺ ആണ് കാർബണിന്റെ വാലൻസി. 1 ഇലക്ട്രോൺ ഈ കാർബണുമായിട്ട് പങ്കുവച്ചു, ബാക്കിയുള്ള 3 ഇലക്ട്രോൺ, 1 2 3 ഇലക്ട്രോൺ. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കുക. ഈ കാർബണിന് ഇനി എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും? 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചു, ബാക്കി എത്ര ഉണ്ടാവും? 2 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ അല്ലെ. ഇതുപോലെ 3 ഉണ്ടോ? ഇല്ല. കാരണം ഈ ഒരു കാർബണായിട്ട് 1 ഇലക്ട്രോണും ഈ ഒരു തൊട്ടടുത്തുള്ള ഒരു കാർബണായിട്ട് അടുത്ത ഇലക്ട്രോണും പങ്കുവയ്ക്കുന്നുണ്ട്. ബാക്കി 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ആ 2 ഇലക്ട്രോണിനെ നമ്മൾ ഇങ്ങനെ കാണിച്ചു. ഇനി ലാസ്റ്റ് കാർബൺ, ഇതിന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ബാക്കി? 1 ഇലക്ട്രോൺ മാത്രമേ ഇവിടെ പങ്കുവച്ചിട്ടുള്ളൂ അല്ലെ. ബാക്കി എത്ര ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവണല്ലോ. ആ 3 എണ്ണം നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു. H H H. 3 കാർബണുള്ള ആൽക്കൈനിന്റെ സ്ട്രക്ചർ ആണ് ഈ വരച്ചത്. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാ വരിക? 1 കാർബൺ 3 ഹൈഡ്രജൻ അല്ലെ, 1 കാർബൺ 3 ഹൈഡ്രജൻ. അത് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട്, അടുത്ത കാർബൺ 2 ഹൈഡ്രജൻ, കാർബൺ 2 ഹൈഡ്രജൻ. ഇത് 2 ആണേ. പിന്നെയും സിംഗിൾ ബോണ്ട്, കഴിഞ്ഞാൽ പിന്നെ ഒരു കാർബൺ 3 ഹൈഡ്രജൻ, കാർബൺ 3 ഹൈഡ്രജൻ. CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഇതാണ് 3 കാർബണുള്ള ആൽക്കൈനിന്റെ ഘടന. ഇനി മോളിക്കുലാർ ഫോർമുല എന്താ വരിക? C3 H നോക്കുക നിങ്ങൾ, 3 3 6 2 8. എങ്ങനെയാണ് സ്ട്രക്ചർ വരിക എന്ന് മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയാ. കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പൊ 4 ഇലക്ട്രോൺ ആണ് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക. ഈ 4 ഇലക്ട്രോൺ ആണ് കാർബൺ പങ്കുവയ്ക്കുക. ഹൈഡ്രജൻ ഒന്നിക്കൽ കാർബണുമായിട്ട് പങ്കുവയ്ക്കും, അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവയ്ക്കും. ഇവിടെ ഒറ്റ കാർബൺ ആണ് ആയതുകൊണ്ട് ബാക്കി എന്താക്കും? ബാക്കി ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവയ്ക്കും. 4 ഇലക്ട്രോൺ ആണ്, 4 ഹൈഡ്രജൻ വന്നു. അപ്പോൾ CH4 ആണ് കണ്ടൻസ്ഡ് ഫോർമുല. മോളിക്കുലാർ ഫോർമുല അങ്ങനെ തന്നെ. 2 കാർബൺ ആണെങ്കിൽ ഈ ഫസ്റ്റ് കാർബൺ 1 ഇലക്ട്രോൺ രണ്ടാമത്തെ കാർബണുമായിട്ട് പങ്കുവച്ചു, ബാക്കി 3 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട്. ഇതിലും അങ്ങനെ തന്നെ. ഇങ്ങനെയാണ് ആൽക്കൈനിന്റെ സ്ട്രക്ചർ വരിക. നമ്മൾ എങ്ങനെയാണ് ആൽക്കൈൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ആൽക്കീനിന്റെ സ്ട്രക്ചർ വരാൻ, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്, കാർബൺ ഡബിൾ ബോണ്ട് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആൽക്കീനിൽ മിനിമം എത്ര കാർബൺ വേണം? 1 കാർബൺ മതിയോ? പോരാ അല്ലെ. 1 കാർബൺ ആകുമ്പോൾ കാർബൺ മാത്രമേ ഉള്ളൂ, അപ്പൊ ഡബിൾ ബോണ്ട് ഉണ്ടാവില്ല. മിനിമം 2 കാർബൺ ഉള്ളതാണ് ഏറ്റവും ചെറിയ ആൽക്കീൻ. അപ്പൊ നമുക്ക് ആദ്യം ആൽക്കീനിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം. അപ്പം 2 കാർബൺ ഉള്ള ആൽക്കീൻ ആണ്. ആൽക്കൈൻ അല്ല, ആൽക്കീൻ ആണ്. അപ്പൊ ആൽക്കീൻ ആകുമ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ ആണ് അല്ലെ. കാർബണിന്റെ ഇടയിൽ ദ്വിബന്ധനമാണ്, ഡബിൾ ബോണ്ട് ആണുള്ളത്. അപ്പൊ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ. ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും? നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ അല്ലെ. കാർബണിന്റെ ബാഹ്യതം ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. ആ 2 ഇലക്ട്രോൺ ഇവിടെ
തൊട്ടടുത്തുള്ള കാർബണുമായിട്ട് പങ്കുവച്ചു. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ എങ്ങനെ കാണിക്കാം? H സംശയമൊന്നുമില്ലല്ലോ. 1 2 3 4 ഇലക്ട്രോൺ പങ്കുവച്ചു. ഇനി ഇതിന്റെ കേസിലാണെങ്കിലോ H 2 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവച്ചു. ഇതാണ് 2 കാർബണുള്ള ആൽക്കീനിന്റെ സ്ട്രക്ചർ വരിക. C ഡബിൾ ബോണ്ട് C. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുക? CH ഡബിൾ ബോണ്ട് H2 ഡബിൾ ബോണ്ട് CH2. ശരിയല്ലേ? കാർബൺ 2 ഹൈഡ്രജൻ ഡബിൾ ബോണ്ട് കാർബൺ 2 ഹൈഡ്രജൻ CH2 ഡബിൾ ബോണ്ട് CH2. ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതി എന്താ വരിക? C2H4. ശരിയല്ലേ? C2H4. ഇനി 3 കാർബൺ ഉള്ളതാണെങ്കിൽ 3 കാർബണുള്ള ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ആൽക്കീൻ ആണെങ്കിൽ എങ്ങനെയാണ് സ്ട്രക്ചർ വരിക എന്നുള്ളതാണ്. ഈ 3 കാർബൺ ഉള്ള സമയത്ത് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. 2 സ്ഥലത്തും ഡബിൾ ബോണ്ട് വേണമെന്ന് നിർബന്ധമില്ല. ഒരു സ്ഥലത്ത് മതി. ഒരു സ്ഥലത്തുള്ളത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പം ആദ്യത്തെ കാർബണിൽ നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇവിടെയും കൊടുക്കാം, വിരോധമൊന്നുമില്ല. ആദ്യത്തെ കാർബണിൽ നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കാർബണിൽ ഇനി എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചു അല്ലേ? ബാക്കി എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണം നമ്മൾ H ശരിയല്ലേ? കാർബണിന്റെ വാലൻസി 4 ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചു. ബാക്കി 1 2. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കുക. ഈ രണ്ടാമത്തെ കാർബണിൽ എത്ര ഇലക്ട്രോൺ പോയി? 2 ഇലക്ട്രോൺ ഇവിടെയും 1 ഇലക്ട്രോൺ ഇവിടെയും പോയിട്ടുണ്ട് അല്ലെ? ഇവിടെ 2 ഇലക്ട്രോൺ പോയി, ഇവിടെ 1 ഇലക്ട്രോൺ പോയി. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. 4 3 പോയി, ബാക്കി 1 ഉള്ളൂ. അതിനെ നമ്മൾ എന്താക്കുന്നു? ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മേലോട്ട് മാർക്ക് ചെയ്യുന്നു. എന്തായാലും വിരോധമില്ല. ഇനി മൂന്നാമത്തെ കാർബൺ നോക്കുക. മൂന്നാമത്തെ കാർബണിൽ ഒറ്റ ഇലക്ട്രോണേ പങ്കുവച്ചിട്ടുള്ളൂ. ബാക്കി എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തെ നമ്മൾ എന്താക്കുക? H കാണിക്കാം. വിരോധമൊന്നുമില്ലല്ലോ. ആദ്യത്തെ കാർബണിൽ 4 ആണ് വാലൻസി. അതിൽ 2 ഇലക്ട്രോൺ രണ്ടാമത്തെ കാർബണുമായിട്ട് പങ്കുവച്ചു. ബാക്കി 2 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവച്ചു. രണ്ടാമത്തെ കാർബണിൽ 2 ഇലക്ട്രോൺ ആദ്യത്തെ കാർബണുമായിട്ട് പങ്കുവച്ചു. 1 ഇലക്ട്രോൺ തൊട്ടടുത്ത മൂന്നാമത്തെ കാർബണുമായിട്ട് പങ്കുവച്ചു. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. ലാസ്റ്റ് കാർബണിനാണെങ്കിൽ ഒരൊറ്റ ഇലക്ട്രോണെ തൊട്ട് മുമ്പുള്ള കാർബണുമായിട്ട് പങ്കുവച്ചിട്ടുള്ളൂ. ബാക്കി 3 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവച്ചു. ഇതാണ് 3 കാർബണുള്ള ആൽക്കീനിന്റെ സ്ട്രക്ചർ വരിക. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതി എങ്ങനെ വരിക? കാർബൺ 2 ഹൈഡ്രജൻ അല്ലെ? 1 2 ഹൈഡ്രജൻ ഡബിൾ ബോണ്ട്, മറന്നു പോരുത്, സിംഗിൾ ബോണ്ട് ഇട്ട് പോരുത്, ഡബിൾ ബോണ്ട് തന്നെ ഇടണം. ഡബിൾ ബോണ്ട് കാർബൺ 1 ഹൈഡ്രജൻ ആണ് അല്ലെ? CH1 അല്ലെങ്കിൽ CH എന്ന് എഴുതിയാൽ മതി. സിംഗിൾ ബോണ്ട്, അത് കഴിഞ്ഞുള്ളത് സിംഗിൾ ബോണ്ട് ആണ് അല്ലെ? ഇനി കാർബൺ 3 ഹൈഡ്രജൻ CH3. ഇതാണ് 3 കാർബൺ ഉള്ള ആൽക്കീനിന്റെ സ്ട്രക്ചർ വരിക. ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാ വരിക? 1 2 3 കാർബൺ അല്ലെ? അപ്പം C3 2 1 3 3 6 ഹൈഡ്രജൻ H6. ഇതാണ് 3 കാർബൺ ഉള്ള ആൽക്കീനിന്റെ സ്ട്രക്ചർ വരിക. ഇനി നമ്മൾ 4 കാർബൺ ഉള്ളതാണെങ്കിൽ എങ്ങനെയാ വരിക? കാർബൺ നമുക്ക് ഇപ്പോഴത്തെ ഈ 4 കാർബണിലെ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് കൊടുക്കണം. ഡബിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. എവിടെ കൊടുത്താലും തെറ്റൊന്നുമില്ല. തൽക്കാലം രണ്ടാമത്തേൽ കൊടുത്തു, എല്ലാം ഒന്നിൽ കൊടുക്കണ്ട വിചാരിച്ച് രണ്ടാമത്തേൽ കൊടുത്തു എന്നേ ഉള്ളൂ. എവിടെ വേണേ കൊടുക്കാം. ഇവിടെ എത്ര ഹൈഡ്രജൻ ബാക്കിയുണ്ട്? എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 3 ഇലക്ട്രോൺ. അപ്പോൾ 3 ഹൈഡ്രജൻ ഇങ്ങനെ വരും. 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചിട്ടുള്ളൂ, 3 ബാക്കിയുണ്ട്. ആ 3 എണ്ണത്തിൽ ഹൈഡ്രജൻ വരും. ഇനി ഇതിലാണെങ്കിൽ 2 എണ്ണം ഇവിടെ, 1 ഇവിടെയും, ബാക്കി 1. ഇതിലാണെങ്കിൽ 2 എണ്ണം ഇവിടെ, 1 ഇവിടെ, ബാക്കി 1. ഇതിലാണെങ്കിൽ ഒറ്റ ഒന്നേ പങ്കുവച്ചിട്ടുള്ളൂ, ബാക്കി 3 എണ്ണം. നാല് കാർബണുള്ള ആൽക്കീന്റെ സ്ട്രക്ചർ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതി എങ്ങനെ വരിക? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ശരിയല്ലേ? CH3 സിംഗിൾ ബോണ്ട് CH,
അത് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് CH, അത് കഴിഞ്ഞാൽ പിന്നെയും സിംഗിൾ ബോണ്ട് CH3. ഇതാണ് 4 കാർബണുള്ള ആൽക്കീന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതിയാൽ C4H8 വരും. 1 2 3 4 കാർബൺ, 3 1 4 1 5 3 8 ഹൈഡ്രജൻ. ഇങ്ങനെയാണ് ആൽക്കീനിന്റെ സ്ട്രക്ചർ വരിക. ഇനി നമ്മൾ നോക്കുന്നത് ആൽക്കൈൻ. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, കാർബണുകളുടെ ഇടയിൽ ത്രിബന്ധനമുള്ള ആൽക്കൈനിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം 2 കാർബൺ മിനിമം വേണം അല്ലെ. അപ്പൊ 2 കാർബൺ ഉള്ള ആൽക്കൈൻ. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ ആണ് അല്ലെ. കാർബണുകളുടെ ഇടയിൽ ത്രിബന്ധനമാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ കാർബൺ എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും? 3 എണ്ണം ഇവിടെ പോയില്ലേ, 1 2 3 എണ്ണം പോയി, ബാക്കി 1. ആ 1 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവെച്ചു. ഇവിടെ അതുപോലെ തന്നെ 3 എണ്ണം പോയി, ബാക്കി 1. സംശയമില്ലല്ലോ. കാർബണിന്റെ വാലൻസി 4ആണ്. 3 ഇലക്ട്രോൺ ഈ കാർബണുമായിട്ട് പങ്കുവെച്ചു, ബാക്കി 1 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവെച്ചു. ഇതാണ് 2 കാർബൺ ഉള്ള ആൽക്കീനിന്റെ സ്ട്രക്ചർ, സോറി ആൽക്കൈനിന്റെ സ്ട്രക്ചർ. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയാൽ എന്താ വരിക? കാർബൺ 1 ഹൈഡ്രജൻ, ട്രിപ്പിൾ ബോണ്ട്, അടുത്ത കാർബൺ 1 ഹൈഡ്രജൻ. ശരിയല്ലേ? കാർബൺ ഹൈഡ്രജൻ ട്രിപ്പിൾ ബോണ്ട് കാർബൺ ഹൈഡ്രജൻ. ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതിയാലോ C2H2 ആണ് വരിക. ശരിയല്ലേ? 2 കാർബൺ 2 ഹൈഡ്രജൻ. ഇത് 3 കാർബൺ ഉള്ളതാണെങ്കിൽ എന്താ വരിക? കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. നേരത്തെ പോലെ തന്നെ ആദ്യത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. ഇനി നോക്കുക, ആദ്യത്തെ നോക്കുക. ഇവിടെ എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും? 3 എണ്ണം ഇവിടെ പങ്കുവെച്ചു, ബാക്കി 1 ഇലക്ട്രോൺ. ശരിയല്ലേ? രണ്ടാമത്തെ കാർബൺ നോക്കുക. 3 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു, 1 ഇലക്ട്രോൺ ഇവിടെയും. ഇനി ഇലക്ട്രോൺ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. 4 ഇലക്ട്രോൺ ഇവിടെ ഓൾറെഡി പങ്കുവെച്ചു കഴിഞ്ഞു. 3 എണ്ണം ഇവിടെയും പോയി, 1 ഇവിടെയും പോയി. 4 ഇലക്ട്രോണേ വാലൻസി ഉള്ളൂ, അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നോക്കുക. 1 ഇലക്ട്രോണേ പങ്കുവെച്ചിട്ടുള്ളൂ, ബാക്കി 3 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മള് H H H. ശരിയല്ലേ? ഇതാണ് 3 കാർബൺ ഉള്ള ആൽക്കൈന്റെ സ്ട്രക്ചർ. ഇനി ഇതിന്റെ കണ്ടൻറ്റ് ഫോർമുല എഴുതിയാൽ CH കാർബണും ഹൈഡ്രജൻ, ട്രിപ്പിൾ ബോണ്ട് C മാത്രമേ ഉള്ളൂ അല്ലെ, പിന്നെ ഹൈഡ്രജൻ ഇല്ല. C സിംഗിൾ ബോണ്ട് C 3 ഹൈഡ്രജൻ CH3. ശരിയല്ലേ? ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല വരിക. ഇനി മോളിക്കുലാർ ഫോർമുല എഴുതിയാൽ എന്താ വരിക? C3H. നിങ്ങൾ നോക്കുക, 1 3 4 വരും. H4. സംശയമൊന്നുമില്ല വിചാരിക്കുന്നു. ഇവിടെ ഈ കാർബണിന് 3 ഇലക്ട്രോൺ തൊട്ട് മുമ്പേയുള്ള കാർബണായിട്ട് 1 ഇലക്ട്രോൺ തൊട്ടടുത്തുള്ള കാർബണായിട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രജൻ വരാത്തത്, വാലൻസി ഇല്ല, അതുകൊണ്ടാണ്. ഇനി 4 കാർബൺ ഉള്ളതാണെങ്കിൽ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട്. ഈ കാർബൺ 3 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ചു അല്ലെ, ബാക്കി എത്രയുണ്ട്? 1 ഇലക്ട്രോൺ. അതിനെ നമ്മൾ ഇവിടെ കാണിച്ചു. എവിടെ വേണമെങ്കിൽ കാണിക്കാം, ഞാൻ ഇവിടെ കാണിച്ചു. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കുക. എത്ര ഇലക്ട്രോൺ ആയി? 3 ഇലക്ട്രോൺ ഇവിടെ പങ്കുവെച്ച് 1 ഇലക്ട്രോൺ ഉണ്ട്, ബാക്കി എത്രയുണ്ട്? ബാക്കിയില്ല അല്ലെ. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ ആവശ്യമില്ല. ഇവിടെ നോക്കുക, മൂന്നാമത്തെ 1 ഇലക്ട്രോൺ ഇവിടെ പോയി, 1 ഇലക്ട്രോൺ ഇവിടെ പോയി, ബാക്കി എത്രയുണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. അപ്പം H H. ഇതിലാണെങ്കിൽ 1 ഇവിടെ പോയി, H H H. ഓക്കെ ആണല്ലോ. 3 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവെച്ചു. ഇനി ഇതിന്റെ സ്ട്രക്ചർ എഴുതിയാൽ CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C H2 2 ഹൈഡ്രജൻ CH3. 1 2 3 4 കാർബൺ C4 2 1 3 3 6 ഹൈഡ്രജൻ C4H6. ഇതാണ് ആൽക്കൈനിന്റെ 4 കാർബൺ ഉള്ള ആൽക്കൈനിന്റെ സ്ട്രക്ചർ, കണ്ടൻസ്ഡ് ഫോർമുല, മോളിക്കുലാർ ഫോർമുല.
ഇത്രയാണ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഈ 3 എണ്ണമല്ല, നമുക്ക് എത്ര കാർബൺ വരണേ സ്ട്രക്ചറിൽ വരയ്ക്കാൻ. ഞാനിപ്പോൾ 3 എണ്ണം മാത്രമേ വരച്ച് കാണിച്ചു തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ വരച്ച് നോക്കുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഹൈഡ്രോ കാർബണുകളുടെ നോമൻക്ലേച്ചർ ആണ്. ആൽക്കൈൻ്റെയും ആൽക്കീൻ്റെയും ആൽക്കൈൻ്റെതും. ആ നോമൻക്ലേച്ചർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.